ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ പ്രമോയും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. തുടക്കത്തിൽ തന്നെ മുക്തയും കൂട്ടുകാരെയാണ് കാണിക്കുന്നത്. മുക്തയോട് കൂട്ടുകാർ ചോദിക്കുകയാണ്, അപ്പം നിൻ്റെ അമ്മ പറയുന്ന പോലെ അരവിന്ദനെ തന്നെ വിവാഹം കഴിക്കാനാണോ നിൻ്റെ തീരുമാനം? ഇത് കേട്ട് മുക്ത പറയാണ്, ആര് ഞാനോ അരവിന്ദനെ കല്യാണം കഴിക്കാനോ? അതിൽ നല്ലതേ ഞാൻ കഴുത്തിൽ വല്ല കല്ലും കെട്ടി താഴ്ന്നതാണ്. ഒരിക്കലും നടക്കില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ കൈലാഷിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പക്ഷെ അതെങ്ങനെ? നീ തന്നെയല്ലേ എനിക്കൊരു വഴി പറഞ്ഞു തന്നത്. അതായത് കൈലാഷ് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞാൽ അമ്മ തീർച്ചയായിട്ടും അത് സമ്മതിക്കുമെന്ന്. പക്ഷേ എങ്ങനെ കൈലാഷ് പറയാനാണ്? നിനക്ക് തോന്നുന്നുണ്ടോ കൈലാഷ് പറയുമെന്ന്? പാർവതി അല്ലേ കൈലാഷിന് ഇഷ്ടം? അതെന്തുകൊണ്ടാണ്? പാർവതി ഒരു നാട്ടും പുറത്തുകാരിയാണെന്നും കള്ളവും കപടവും ഇല്ലാത്ത പെൺകുട്ടിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടല്ലേ കൈലാഷ് അവളെ സ്നേഹിക്കുന്നത്. എന്നാൽ അവളുടെ കയ്യിൽ എല്ലാ വൃത്തികേടും ഉണ്ടെന്നും അവളത്ര നല്ല പെണ്ണല്ല എന്നുള്ളതുമൊക്കെ കൈലാഷിന് മനസ്സിലായ കൈലാഷ് പിന്നെ അവളെ പുറകെ പോവില്ല, ഒരു കാരണവശാലും പോവില്ല. അപ്പോൾ ആ കാര്യം ഞാനാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എനിക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ രണ്ടിനും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയാണ്. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അതിന് അവൾക്ക് സ്വഭാവ ഗുണമില്ല, അല്ലെങ്കിൽ സ്വഭാവം വളരെ മോശമാണ്, വൃത്തികെട്ട പെണ്ണാണെന്നൊക്കെ ആരെങ്കിലും ചെന്ന് കൈലാഷിനോട് പറഞ്ഞാൽ കൈലാഷ് വിശ്വസിക്കുമോ? ആരെങ്കിലും ചെന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല. പക്ഷേ കൈലാഷ് കണ്ടാലോ? അരവിന്ദിനെ എനിക്ക് ഒഴിവാക്കണം, അതുപോലെ തന്നെ പാർവതി എനിക്ക് ഒഴിവാക്കണം, രണ്ടുപേരും തമ്മിൽ രഹസ്യ ബന്ധമുണ്ടെന്ന് ഞാനങ്ങ് വരുത്തി കാണിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നീ അങ്ങ് വരുത്തി കാണിക്കുമെന്ന് പറഞ്ഞാലേ അതുപോലെ വല്ലതൊക്കെ നടന്നാലേ നടക്കുകയുള്ളൂ. ആദ്യത്തെ ശ്രമമോ പാളിപ്പോയി, ഇനി അടുത്തത് ഒരിക്കലും പാളില്ല. ഞാൻ എന്തായാലും കൈയും കലാശമായിട്ട് നമ്മുടെ കൈലാസിൻ്റെ മുമ്പിൽ നിൽക്കും. കൈലാസ് തന്നെ പാർവതി അറപ്പോടെ നോക്കും. അതോടെ ആ ഗ്യാപ്പിൽ ഞാൻ കൈലാസിൻ്റെ മനസ്സിലോട്ട് കയറും. നീ നോക്കിക്കോ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിലും അരവിന്ദ് ഒരു ആഭാസനാണെന്നുള്ളത് വരുത്തി തീർക്കും. പിന്നെ എൻ്റെ നിഴലിൽ പോലും അവൻ വരില്ല. പിന്നെ അതോടുകൂടി എനിക്ക് സമാധാനം കിട്ടും. ഇതൊക്കെ നീ പറയുന്നത് പോലെ നടന്നാൽ കൊള്ളാം. അപ്പോഴേക്കും അടുത്ത സീനിൽ കാണിക്കുകയാണ് നമ്മുടെ കൈലാഷ് ഗാർമെൻറ്റ്സിലേക്ക് വരിക കേട്ടോ. കൈലാഷിനാണെങ്കിൽ ശരീരം അനക്കാൻ പറ്റാത്ത പോലെ വേദനിക്കണം. അപ്പോൾ കൈലാഷ് വിചാരിക്കണം, ദൈവമേ എൻ്റെ ശരീരത്തിന് എന്താ പറ്റിയത്? ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓടുകയോ ചാടുകയോ ചെയ്തുകൊണ്ടായിരിക്കുമോ? വേറൊരു വഴിയില്ല അങ്ങനെ സംഭവിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് കൈലാഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് പാർവതി കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് വരികയാണ്. പാർവതി ഒന്നും കൈലാഷിന് ഭയങ്കര സന്തോഷമാവാണ്. പാർവതി എന്നിട്ട് വിളക്ക് കൊളുത്താണ് കേട്ടോ. വിളക്ക് കൊളുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും പാർവതിക്ക് വല്ലാത്ത വലിയ രീതിയിൽ അങ്ങനെ തെളിച്ചൊന്നുമില്ല. പാർവതി, നിന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ? അല്ല, സാധാരണ നീ ഇവിടെ വരുമ്പോഴേ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടിയാണല്ലോ വരുന്നേ, ഇപ്പം എന്താ പറ്റിയേ? അപ്പോൾ ഇന്ന് നീ വരുമ്പോൾ എനിക്കെന്തോ ആകെപ്പാടെ ഒരു വിഷമം തോന്നുന്നു. എനിക്ക് എന്തെങ്കിലും സുഖക്കുറവോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പറയാണ്. ഇത് കേട്ട പാർവതി പറയാണ്, അത് പിന്നെ എനിക്കെന്താണെന്നറിയില്ല സാർ, ഇന്നലെ തുടങ്ങിയതാണ് ഭയങ്കരമായിട്ട് ശരീരവേദന, ശരീരത്തിൽ എല്ലൊക്കെ ഒടിഞ്ഞു തുടങ്ങുന്ന വേദനയാണ്, നടക്കാൻ പോലും പറ്റുന്നില്ല, തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് കൈലാഷ് പറയണം, നിനക്കും അങ്ങനെയുണ്ടോ? നോക്ക്, ഞാനും അത് വിചാരിക്കായിരുന്നു, എനിക്ക് ശരീരത്തിന് ഒട്ടും സുഖമില്ല, ഭയങ്കരമായിട്ട് ക്ഷീണവും വേദനയും ഒക്കെ വരുന്നു. ഇന്നലെ പരിപാടിയിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും മാത്രം എന്താ സാർ ഇങ്ങനെ അസ്വസ്ഥത വരുന്നത്? അത് പിന്നെ ഞാനിവിടെ വായിച്ചതാണ് പാറു, അത് രണ്ടുപേർ തമ്മിൽ ആത്മബന്ധം ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മറ്റേയാൾക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യും എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്കിതിൽ വലിയ ആത്മബന്ധം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ പാർവതിക്ക് എന്തെങ്കിലും അസുഖമോ വേദനയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിനും അതുപോലെ തന്നെ വരും. ആത്മബന്ധമുള്ളവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ടെന്ന് പറയണം. ഇത് കേൾക്കുന്ന പാർവതി പറയണം, സാറ് പറയുന്ന പോലെ നമുക്കിടയിൽ ആത്മബന്ധം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സാറിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്യും. സാറിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയണേ. ഇത് കേൾക്കുന്ന കൈലാഷിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. പാർവതി, ഇന്നലെ ഞാൻ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് ശ്രമിച്ചത്. പക്ഷെ ഞാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സം കാരണം നിന്നെ കാണാൻ കിട്ടുന്നില്ല. ഇപ്പോൾ തടസ്സം പറയാൻ ആരുമില്ല, ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ സാർ എന്ന് പറയണേ. അങ്ങനെ കൈലാഷ് പാർവതിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും പാർവതിക്ക് പെട്ടെന്ന് തല കറങ്ങുകയാണേ. അപ്പോൾ ഇന്നലെ നല്ല പനിയുണ്ടായിരുന്നു, എന്നിട്ടാണോ നീ ഇന്ന് വന്നത്? നീ ഇന്ന് ജോലിക്ക് കയറണ്ട, നിന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം, എന്നിട്ടാണോ നീ ജോലി എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? ഇല്ല സാർ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓടി നടന്ന് പണിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണേ. പിന്നെ അപ്പോൾ എന്താ പറയുക, അങ്ങനെയാണെന്ന് പറയണ്ട. അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു അടിച്ചു വരികയാണ്. അടിവേറിൽ വേദന എടുത്തിട്ട് പാറുവിന് നിൽക്കാൻ കൂടെ പറ്റുന്നില്ല. പതിയെ പാറു ആ തയ്യൽ മെഷീനിലങ്ങ് ഇരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് സൗന്ദര്യം അതുപോലെ ജയന്തിയും വരുന്നത്. എന്താ പാറു, എന്താ പറ്റിയത് നിനക്ക്? എനിക്കറിയില്ല ചേച്ചി, ഇന്നലെ മൂലം തുടങ്ങിയതാണ്, ഭയങ്കര വേദന അടിവേറ്, ശരിക്കും എനിക്ക് വയ്യ. ഇന്നലെ നിങ്ങളെന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടില്ലേ, ആ നേരം പോലും ഞാൻ കിടക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുകയാണ്. എനിക്കിപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട്,
പക്ഷേ ശരീരം മുഴുവൻ വേദനയാണ്, ഒന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കേട്ട സൗന്ദര്യം പറയണേ, എന്നിട്ടാണ് നീ ഇവിടെ വന്ന് കിടന്ന് പണിയെടുക്കുന്നത്? നീ നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞങ്ങൾ കരുണാകരനോട് പറഞ്ഞോളാം, നീ ഇനി ഇവിടെ നിൽക്കുമൊന്നും വേണ്ടെന്ന് പറയും. അപ്പോഴേക്ക് പാറു പറയും, ഹേ ഇല്ല, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നൊന്നുമില്ല, എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ട്. അപ്പോഴേക്കും ജയന്തി പറയും, ഇടി അടിവേറിന് വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത്, നീ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് ചെല്ല്. അപ്പോഴേക്കും പാറു സമ്മതിക്കുകയാണ്, ഇല്ല വിസമ്മതിക്കുകയാണ് കേട്ടോ, ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ശരിയാവും, ഞാൻ ഓടി നിന്ന് പണിയെടുക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയണേ. അപ്പോൾ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. അപ്പോൾ ഈ സമയത്ത് പാറുവാണെങ്കിൽ അടിവയറ്റിൽ വേദന കൊണ്ട് പൊളയുകയാണ്. അപ്പോൾ പ്രിയം വിചാരിക്കുകയാണ്, പാർവതിക്ക് എന്നോട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമുണ്ട്, എന്തായാലും അവളെ കയറി പിടിച്ചത് ഞാനുള്ളതെന്നുള്ള സത്യം അവളെ അറിയിച്ചേ പറ്റുള്ളൂ, അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് പാർവതിയോട് പറയുന്നത്, പാർവതി എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്, നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്കൂ, എനിക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ പറയാനുണ്ട്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഇനി ഞാൻ നിൻ്റെ കൂടെ വരണമെന്നോ, നീ എവിടെ വിളിച്ചാലും വരുന്ന ആളാണെന്നാണോ നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പാറു ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവർ കയറി വരുന്നത്. എനിക്ക് ഒരു പേരൂടെ ഉണ്ട്, പാറൊന്നല്ല, വെറും പാറൊന്നല്ല, ചട്ടമ്പി പാറൊന്നും കൂടെ ഒരു പേരുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിവനെ വിളിക്കുന്നില്ല, എൻ്റെ മനസ്സ് ഞാൻ 1000 ചീത്ത വിളിക്കുന്നുണ്ട്, ഇവനെ പോലെ ആഭാസനെ തല്ലാനും എൻ്റെ കൈക്ക് പറ്റും. ഇതും കേട്ടുകൊണ്ട് ജയന്തി പറയണേ, ഇത്രയും നേരം ഞാൻ മിണ്ടാകുന്നത് പ്രശ്നങ്ങൾ വഷളാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പാർവതി, നീ ഇന്നലെ കയറി വന്നുള്ളതാണ്, നിനക്ക് പ്രിയനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് പ്രിയനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ട, പ്രിയൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്, നീ നിൻ്റെ നിലയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് മോഹനും പറയുകയാണ്, പ്രിയനെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, പ്രിയനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അതാണ് ഇവൻ്റെ കഴിവ്, അവൻ മറ്റുള്ളവരൊക്കെ വിഡ്ഢികളാക്കുകയാണ്, അത് തന്നെയാണ് അവൻ്റെ കഴിവ്. അങ്ങനെ ജയന്തി, പാർവതി നിന്നോടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. അപ്പോഴേക്കും പ്രിയം പറയാം, ദേവിയേത് നിങ്ങൾ ഞങ്ങൾക്കിടയിൽ കയറരുത്, ഇവളെന്നെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തക്കതായിട്ടുള്ളൊരു കാരണമുണ്ട്, എനിക്കിവളെ പറഞ്ഞില്ല മനസ്സിലാക്കണം, നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഇടയിൽ കയറരുത്, ഞങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ കൂടുകയുള്ളൂ, അത് മാത്രമല്ല എനിക്ക് ഇവൾക്കിടയിൽ എപ്പോഴും ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്യും, അതില്ലാതിരിക്കാൻ വേണ്ടി ദേവിയേത് നിങ്ങൾ പോകുമെന്ന് പറയാണ്. അപ്പോൾ ജയന്തിയും സൗന്ദര്യയും മോഹനും ഒക്കെ പോകട്ടെ. ഈ സമയത്ത് പാർവതിയോട് പ്രിയം പറയാണ്, ഞാനല്ല നിന്നെ കയറി പിടിച്ചത്, നീ എങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക, ഞാൻ എന്നെ കൊണ്ട് സ്റ്റോർ റൂമിൽ പോയപ്പോൾ അവിടെ മറ്റൊരാൾ കൂടി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കറണ്ട് പോയ സമയത്ത് കറണ്ട് ഓൺ ചെയ്യാൻ ചെന്നപ്പോൾ അയാൾ പുറത്തേക്ക് വന്നു, നീ കരുതി ഞാനാണെന്ന്, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിന്നെ ഞാൻ കയറി പിടിക്കാൻ നീ കണ്ടോ എന്തെങ്കിലും? അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും പാറുവിന് പുച്ഛമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കൈലാഷ് വരികയാണ്. അപ്പോൾ കൈലാഷ് പറയും, എന്താ പ്രിയയുടെ പ്രശ്നം, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട്, പക്ഷേ അതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, പാർവതിയുടെ ജീവൻ അപകടത്തിലാണ്. താൻ എന്താണ് പറയുന്നത്, പാർവതിയുടെ ജീവൻ അപകടത്തിലാണോ? അതെന്താ താൻ അങ്ങനെ പറയുന്നത്? അത് സാർ, ഇന്നലെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് പാർവതിക്ക് ഒരുപാട് അറ്റാക്കുകൾ നടന്നിരുന്നു, പാർവതി അത് അറിഞ്ഞിട്ടില്ല, പാർവതിയെ കൊല്ലാനായിട്ട് ഒരാൾ ശ്രമിച്ചിരുന്നു, പാർവതി ഞാൻ ഒരുമിച്ചാണ് മൊമെൻ്റ് എടുക്കാൻ പോയത്, അവിടെ വെച്ച് പാർവതിയെ കൊല്ലാൻ നോക്കി, ആ ശ്രമം നടന്നില്ല എന്ന് കണ്ടപ്പോൾ വേറെ രീതിയിൽ നോക്കി, എങ്കിൽ പിന്നെ നമുക്കത് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യേണ്ട, കോൺഫറൻസ് കോളിലേക്ക് വരുമെന്ന് പറയുകയാണ്. അവിടെ വെച്ച് കരുണാകരനെയും മുക്തയും ഒക്കെ വിളിച്ചു വരുത്താണ് കേട്ടോ നമ്മുടെ കൈലാഷ്. അതിനുശേഷം പ്രിയനെയും പാർവതിയൊക്കെ പിന്നെ വിളിച്ചതിന് ശേഷം പറയാം കേട്ടോ, ഞാൻ പാർവതിക്കൊരു മൊമെൻ്റ് കൊടുക്കാനായിട്ട് അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും പാർവതി കൊല്ലാൻ ശ്രമിച്ചവനുണ്ടല്ലോ, അവനാണ് കറണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് സ്വിച്ച് ബോർഡിനടുത്തേക്ക് ചെന്നതും അവനാണെങ്കിൽ പാർവതി പുറകിൽ നിന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമം തുടങ്ങി. പക്ഷെ പാർവതി ആണെങ്കിൽ അബദ്ധവശാൽ അവനെ കണ്ടതുമില്ല. ഞാൻ കറണ്ട് ഓൺ ചെയ്തു, അവൻ ഓടിപ്പോവുകയും ചെയ്തു. പാർവതി എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് പാർവതി മുഖം കഴുകാനായിട്ട് ചെന്നപ്പോൾ വാഷ്റൂമിൻ്റെ ഏരിയ വെച്ചിട്ട് പാർവതിയെ കൊല്ലാനായിട്ട് അയാൾ ശ്രമിച്ചു. ഈ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് പാർവതിയുടെ ജീവൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പാർവതി ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ട് കൈലാഷ് പറയണം, ദൈവം ഇങ്ങനെയൊക്കെ ഉണ്ടായോ, എന്നിട്ട് എന്താണ് പാറു നീ എന്നോട് പറയാത്തത്? എൻ്റെ പൊന്ന് സാർ, ഇയാൾ പറയുന്നതൊക്കെ സാറ് വിശ്വസിച്ചോ? ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അപ്പോൾ അരവിന്ദ് ചോദിക്കണം, അല്ല പ്രിയ, എന്നിട്ട് താൻ അയാളെ കണ്ടില്ലേ, ഞാൻ അയാളുടെ മുഖം കണ്ടില്ലേ? ഇല്ല, ഞാൻ പിടിച്ചില്ല എന്ന് പറയണേ. അപ്പോഴേക്കും പാർവതി പറയണേ, ഇയാൾ പറയുന്നതൊക്കെ ശുദ്ധ നുണയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, എന്നെ ഇനി ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയധികം ആൾക്കാരുള്ള സമയത്ത് ആരെങ്കിലും എന്നെ കൊല്ലാൻ നോക്കുമോ? അത് ഇയാൾ പറയുന്ന സമയത്ത് വിശ്വസിക്കുമോ? ഇയാൾ പറയുന്ന പച്ചക്കള്ളമാണ്, താൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇയാൾ കഥകൾ മേനെയാണ് സാറേ. ഈ സമയത്ത് കരുണാകരൻ പറയുന്നത്, സാറേ ഇവനാണെങ്കിൽ തുമ്പും മരമില്ലാത്തൊരു കഥയാണ്, ഇവൻ പറയുന്നത് ഇവളെ കൊല്ലാനായിട്ട് ആരോ വന്നു കഴുത്ത് ഞെരിച്ചു എന്നൊക്കെ, ഇവള് പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നമ്മളെന്തിനാണ് സാറേ സമയം കളഞ്ഞ് പോകുന്നത്? ഒരുപാട് ജോലിയുള്ള സമയത്താണ് തുമ്പും മരയിലെത്തി കഥയും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്ത് കൈലാഷ് പറയാണ്, ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കട്ടെ, ദേവി ഇതല്ലാതെ ഇങ്ങനെ പോവില്ലേ, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു. ആദ്യത്തെ തവണ ഇവള് സ്റ്റോർ റൂമിൽ വെച്ചിട്ടാണ് അവർ കൊല്ലാനായിട്ട് ശ്രമിച്ചത്, അയാൾ കൊല്ലാൻ ശ്രമിച്ച സാധനം താഴെ കിടക്കുന്നുണ്ടായത്, രണ്ടാമതായിട്ട് പെൺവേഷം കെട്ടിയിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ഞാൻ അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടന്നു. പ്രിയ, തനിക്ക് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അയാളെ മരണം വരെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. മരണം വരെ തിരിച്ചറിയാനോ? നോണ പറയരുത് പ്രിയ, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. എന്നെ ആരും കൊല്ലാനും നോക്കിയിട്ടില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇയാൾ ശുദ്ധ നുണയാണ് പറയുന്നതെന്ന് പറയണേ. അപ്പോൾ പ്രിയം പറയണം, അപ്പം ഞാൻ സത്യമാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ പാറു പറയണം, താൻ സത്യമാണെന്ന് തെളിയിച്ചാൽ തൻ്റെ കാല് ഞാൻ പിടിക്കും, തന്നെ ഞാൻ വെല്ലുവിളിക്കണം, താൻ തെളിയിക്കുക. എനിക്ക് ഉറപ്പുണ്ട് തനിക്കത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. താൻ ഉണ്ടാക്കി വിടുന്ന കരുതുകളൊക്കെ മറ്റുള്ളവർ വിശ്വസിക്കായിരിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ്, അല്ല പാർവതി, ഇവനെന്തോ പോലെ തെറ്റ് ചെയ്തിട്ട് മറക്കാനാണെന്നല്ലേ പറയുന്നത്, എന്ത് തെറ്റാണെന്ന് കൂടെ നിനക്കറിയോ? അപ്പോഴേക്കും പാർവതി മനസ്സ് വിചാരിക്കുക, എനിക്ക് തുറന്ന് പറഞ്ഞാലേ എനിക്കും കൂടെ മോശമാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കാമെന്ന് പറയണ്ടേ. ഇത്രയും കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർവതിയും പ്രിയനും കൂടി നല്ല രീതിയിൽ വഴക്കിടുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുക്തയുടെ മനസ്സിൽ തോന്നുകയാണ്, എന്തൊക്കെയോ ഉണ്ട് അവളോട് കൊഴിഞ്ഞു വീണ് കിടന്നത് എല്ലാം വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ വ്യത്യാസമാണ് തോന്നി. ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്. അടുത്ത പ്രമോ വിശേഷങ്ങളാണ്. പ്രമോ വിശേഷങ്ങളിൽ അപ്പോൾ പാർവതിയും പ്രിയനോട് ഇങ്ങനെ പൊക്കോളാനായിട്ട് പറയണത്, ഇതൊരു തുമ്പും മലയില്ലാത്ത കഥയല്ലേ, കൊല്ലാൻ നോക്കി എന്നുള്ളത് കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല, ഇതിൻ്റെ പിന്നാലെ പോയേ മതിയാവുള്ളൂ മുക്തേ. പാറു വളരെ ശുദ്ധമായിട്ടുള്ള പെൺകുട്ടിയാണ്, അവൾക്ക് നടത്തുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. പ്രിയനാണെങ്കിൽ നുണ പറയുകയില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പ്രിയൻ പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ എന്തായാലും പോലീസ് വഴി അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് പറയുകയാണെ. അപ്പം മുക്തയ്ക്ക് ടെൻഷനാണ്, എങ്ങനെ മയക്കുമരുന്നിൻ്റെ കാര്യം പുറത്തു വന്നാലോ, അതിൻ്റെ ആവശ്യമുണ്ടോ കൈലാഷ്? അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. പോലീസൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അവളെ സമ്മതിക്കണം. പോലീസ് വന്നാലും പ്രത്യേകിച്ച് ഒരു അന്വേഷണം ഇല്ലാതെ കാര്യമില്ലല്ലോ. അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ അരവിന്ദാണെങ്കിൽ ആകെ ടെൻഷൻ കേട്ടോ. പോലീസിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അരവിന്ദ് പതിയെ നമ്മുടെ പാർവതിയുടെ അടുത്തൊന്ന് ചോദിക്കുകയാണ്, പാർവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നിന്നെ ആരെങ്കിലും കൊല്ലാൻ നോക്കിയോ? നീ അവരെ കണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ കാര്യമില്ല അരവിന്ദ് സാറേ. അയാൾ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ചോദിക്കല്ലേ. അയാളൊരു പച്ച കളറാണ്. അയാൾ പറഞ്ഞു കഴിഞ്ഞ് അയാൾ വെറുതെ പറയണം. അയാൾ ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി അയാളങ്ങനെ പലതും പറയും. അവൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് പാർവതി പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല നിസ്സാരമായിട്ടുള്ള തെറ്റാണ് അവൻ ചെയ്തതെന്നുള്ളത്. പാർവതിയുടെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇതേക്കുന്ന പാറു പറയാണ്, സാർ അവൻ മോശമായിട്ട് പെരുമാറി, അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ കള്ളമൊക്കെ പറയുന്നത്. അപ്പോൾ അരവിന്ദ് പറയാം, അത് ശരിയായിരിക്കും, അവൻ നുണ പറയുന്നതായിരിക്കും, എന്തായാലും ഞാനായിട്ട് ഇതാരോടും പറയില്ല കേട്ടോ പാർവതി എന്ന് പറയട്ടെ. എന്നിട്ട് അരവിന്ദ് അവിടെ നിന്ന് പോകണം കേട്ടോ. അപ്പോൾ അരവിന്ദ് മനസ്സിലൊരു സമാധാനം കിട്ടുകയാണ്. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവണം. അപ്പം മുക്തയാണെങ്കിലോ കരുണാകരനെ വിളിച്ചിട്ട് പറയും, സാറേ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകുന്ന സ്ഥിതിയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല സാറേ. തല പോയില്ല, അവൻ സത്യം തുറന്ന് പറയില്ല. നമ്മൾ അവനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൻ പറയില്ല, അവൻ വിശ്വസ്തനാണെന്ന് പറയുകയാണ്. ഈ സമയത്ത് പ്രിയനെ കാണിക്കുകയാണ്. പ്രിയൻ പാർവതിയുടെ പിന്നീട് അതിൻ്റെ പിന്നെ പറയുന്നത്, പാർവതി ഞാൻ പറയുന്നത് നീ കേൾക്കണം, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, നിന്നെ കൊല്ലാനായിട്ട് അവിടെ ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു, നീ ശരിക്കും കൊല്ലപ്പെട്ടേനെ, നീ ഇതൊന്നും മിണ്ടായിരിക്കുന്നു എന്നുള്ള ചോദിച്ചിട്ട് തലക്കിയിട്ട് തല കറങ്ങി ഒറ്റ വീഴ്ച വീഴുകയാണേ. പാറു എഴുന്നേക്ക് പാറു പറയുകയാണേ. അങ്ങനെ വേഗം തന്നെ സൗന്ദര്യ കൈലാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ അവൾ തല കറങ്ങി വീണെന്ന് പറയുന്നത്. കൈലാസ് പെട്ടെന്ന് ഓടി വരികയാണ്. എന്നിട്ട് പാർവതി എടുത്തുകൊണ്ട് കൈലാഷ് വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോകണേ. പ്രിയനുണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പാർവതിയെ അഡ്മിറ്റ് ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറയും, എമർജൻസി വാർഡിലേക്ക് മാറ്റണം. അല്ല മേഡം എന്താ പറ്റിയത് നോക്കിയിട്ട് പറയാമെന്ന് പറയണം. അങ്ങനെ പാർവതിയെ ചെക്കപ്പ് ചെയ്യണം ഡോക്ടർ. ആ ഡോക്ടർ നോക്കുമ്പോൾ പാർവതിയോട് ചോദിക്കണം, അല്ല പാർവതിക്ക് ചെറുതായി ബോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പാർവതിയോട് ചോദിക്കുകയാണ്, അല്ല മോളെ നിനക്കെന്താ, നീ നന്നായി ഭക്ഷണം കഴിച്ചില്ലേ? മേഡം എനിക്ക് ശരീരം മുഴുവൻ വേദനയാണ്, അടിവേറിന് ഭയങ്കര വേദനയാണ്, എന്തെങ്കിലും പനി ഉണ്ടായിരുന്നു, എന്താ പറ്റുന്നുള്ളതൊന്നും അറിയില്ല. ഇന്നലെ ഗാർമെൻറ്റ്സിൽ ജൂബിലിയോടനുബന്ധിച്ച് കുറേ ഭക്ഷണങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, എനിക്ക് ശരീരം അനക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട മാഡം പറയണം, അടിവേറിന് വേദന ഉണ്ടെങ്കിൽ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയണേ. അങ്ങനെ അവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് വന്ന് ചോദിക്കുകയാണ്, ഈ പെൺകുട്ടിയുടെ ആരാ? അപ്പോൾ പറയും, ഇത് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, ഈ പെൺകുട്ടിയുടെ കൂടെ ഏതെങ്കിലും ഒരു സ്ത്രീയോട് വരാൻ പറയും എന്ന് പറയാണ്. സ്ത്രീയോട്? അതെന്താ മാഡം, എന്താ പ്രശ്നം? പെൺകുട്ടിയുടെ വീട് ദൂരെയാണ്, അവിടെ അവൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, അടുത്തുള്ളൊരു സ്ത്രീയോട് വരാൻ പറഞ്ഞ് മതി. അപ്പോഴും കൈലാഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും പ്രിയം പറയാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഭൂമിക മേഡത്തിനെ വിളിച്ച് വരുത്തുന്നുണ്ട്, ഭൂമികയെ വിളിച്ച് വരുത്തണം. ഭൂമിക ഇത് കേൾക്കാത്ത പതി ഓടിച്ചാടി വരുന്നുണ്ട്. അപ്പോൾ ഓടി വന്നു കഴിയുമ്പോൾ ഡോക്ടറെ വന്ന് കാണാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ ചെന്ന് കാണുന്ന സമയത്ത് ഭൂമികയോട് ഡോക്ടർ പറയാണ്, ഈ പാർവതിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല മാഡം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പാർവതിയുടെ സ്വഭാവം എങ്ങനെയാണ്? രാത്രി കാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? അവളങ്ങനെ ക്യാരക്ടറൊന്നും അല്ല, അവൾ വളരെ അച്ചടക്കമുള്ള നല്ലൊരു പെൺകുട്ടിയാണ്, ഗ്രാമത്തിലെ പെൺകുട്ടി, ഒരിക്കലും അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ ഈ പെൺകുട്ടി പറയുന്ന ലക്ഷണങ്ങളും ഇന്ന് അവൾ ചെക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയതേ, ആ കുട്ടി എന്തോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന പോലെ ആദ്യത്തെ ദിവസം സംഭവിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഭൂമിക പറയാണ്,
അവളൊരിക്കലും ആ ടൈപ്പല്ല. അവർ പക്ഷേ ഗാർമെൻറ്റ്സിൽ ജോബിനോടനുബന്ധിച്ച് കുറേ ഫംഗ്ഷനൊക്കെ നടന്നല്ലോ, അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഡോക്ടറും പറയണം, അങ്ങനെ സംഭവിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്തായാലും ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ആ കുട്ടി അങ്ങനെ പ്രശ്നക്കാരി അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പക്ഷേ സ്ട്രെസ്സിൻ്റെയോ അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണത്തിൻ്റെയോ ഒക്കെ ആയിരിക്കും എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്. ഡോക്ടറുടെ ഉള്ളിൽ അതൊന്നും അല്ലെന്നിങ്ങനെ തോന്നൽ വരികയാണ്. ഡോക്ടർ പാർവതിയുടെ അടുത്ത് നിന്ന് ചോദിക്കണം, മോളെ പാർവതി, ഇന്ന് നിനക്ക് ഈ മാസത്തെ പീരീഡ്സ് ആയോ എന്ന് ചോദിക്കണം. പാർവതി പറയുകയാണെങ്കിൽ ഇല്ല, ആവാറാവുന്നേ ഉള്ളൂ. അങ്ങനെ ഡോക്ടർ എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമിക പ്രിയനോടും കൈലാഷോടും പൊക്കോളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ഭൂമിക പാർവതി കൂട്ടിക്കൊണ്ട് പോകേണ്ട. പാർവതിക്ക് കുറച്ച് ദിവസത്തേക്ക് നല്ല കെയറും കാര്യങ്ങളൊക്കെ വേണം. അതെല്ലാം ഭൂമിക്ക് ചെയ്യേണ്ട, ഭക്ഷണം വാരി കൊടുക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുക്തയും കൂട്ടുകാരിയും വരികയാണ്. പ്രണയം കണ്ടില്ലേ, സ്നേഹിച്ച് പാട്ട് സ്നേഹിച്ചാണ് അവൾ ഇത്ര അഹങ്കാരിയായിട്ട് പറഞ്ഞത്. അപ്പം മുക്ത അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ഭൂമിക ചോദിക്കുക, അല്ല മുക്ത, നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയല്ലേ ഇതുപോലെ വയ്യാതെ തലകറങ്ങി വീണം, നീ അവളെ കണ്ടിട്ട് എന്ത് പറ്റിയെന്നെങ്കിലും ചോദിച്ചോ? അപ്പോൾ നിനക്ക് ഒന്നും നീ ചോദിച്ചില്ലല്ലോ, അത് മോശമല്ലേ? അപ്പോൾ മുക്ത പറയാം, അത് പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വരുന്ന സമയത്ത് തന്നെ അവൾ വരുന്ന കണ്ടറിയില്ല അവൾക്കൊരു കുഴപ്പമില്ലെന്നുള്ളത്. ഗാർമെൻറ്റ്സിൽ ജൂബിലിയെന്ന് വിചാരിച്ച് കെട്ടിയതെല്ലാം വെട്ടി വിഴുങ്ങി കഴിച്ചിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഉണ്ടായത്. അപ്പോഴേക്കും ഭൂമിക പറയണം, അവിടെ ഫുഡ് വെച്ചിരിക്കുന്ന കഴിക്കാനാണ്, നീ എങ്ങനെയാണോ ഗാർമെൻറ്റ്സിൽ പങ്കെടുത്തത് അതുപോലെ തന്നെയാണ് അവളും കഴിച്ചത്. അപ്പോൾ ഇതുമാതിരിയുള്ള വർത്തമാനങ്ങളൊന്നും ഇനി പറയരുതെന്ന് പറയണേ. എന്തായാലും പാറു, ഞാൻ നിന്നെ ഒഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിയാണ്ട് എന്നിട്ട് മുക്ത നോക്കിക്കൊണ്ട് തന്നെ ഒഴിയാണ്, കണ്ണ് കിട്ടിയെന്നുള്ള രീതിയിൽ. എന്നിട്ട് പാർവതിനോട് പറയാണ്, നീ ഇതിൽ ഒന്ന് തുപ്പെന്ന് പറയണേ. എന്നിട്ട് പാർവതി കൊണ്ട് തുപ്പിക്കുകയാണ്. അപ്പം മുക്തയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഭൂമികയെ ചെയ്യിക്കുന്നത്. മുക്തയുടെ മുഖത്ത് തുപ്പി എന്ന രീതിയിൽ മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. മുക്തയും കയറി പോകണം. ഈ സമയത്ത് പാർവതി പറയണം, മാഡം, ഇത് മുക്ത വിചാരിക്കുന്നു മുക്തയെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെയാണ്. അതെ, മുക്തയുടെ മുഖത്ത് തുപ്പിയതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. ചില ആൾക്കാരുടെ അഹങ്കാരം ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിക പാർവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത്. റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.